അനന്തമായ സാധ്യതകളുടെ ഒരു കലയാണ് രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പൊതുവെയുള്ള നിഗമനം. സാധ്യതകൾ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെറിയ കക്ഷികൾ ഉയർത്തുന്ന സാധ്യതകൾ, അവർ നൽകുന്ന ചില വെല്ലുവിളികൾ UDF LDF സംവിധാനത്തെ എങ്ങനെ ബാധിക്കാം? പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ രണ്ട് വിഭാഗങ്ങൾ, മാണി വിഭാഗവും PJ ജോസഫ് വിഭാഗവും രണ്ട് മുന്നണിയിലായി നിന്നുകൊണ്ട് ആ മുന്നണികൾക്ക് സൃഷ്ടിക്കുന്ന ഒരു ഷോക്ക്, പോസിബിൾ ഷോക്ക്. ഇപ്പോൾ പറയും, എന്ത് ഷോക്ക്? LDFിലാണല്ലോ മാണി ഗ്രൂപ്പ്, UDFിലാണല്ലോ ജോസഫ് ഗ്രൂപ്പ്, എന്ത് ഷോക്ക്? പക്ഷെ ചരിത്രം, കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്ന ആരും സമ്മതിക്കും, ഏത് നിമിഷവും റീയൂണിഫിക്കേഷൻ ഉണ്ടാകാം. അധികാരമില്ലാതെ കേരള കോൺഗ്രസിന് നിൽക്കാനാവില്ല. അധികാരത്തിൻ്റെ ചൂട് പറ്റി, തണുപ്പ് പറ്റി ഓരം ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ചെറിയ കക്ഷികൾ, അതിൽ കേരള കോൺഗ്രസിൻ്റെ അധികാര ത്വര എങ്ങനെ വർക്ക് ചെയ്യും, UDF LDF സംവിധാനങ്ങളെ എങ്ങനെ ബാധിക്കും, നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, UDFിൽ ജോസഫ് ഗ്രൂപ്പ് 10 സീറ്റിൽ മത്സരിക്കാൻ വിധിക്കപ്പെട്ട പാർട്ടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇപ്രാവശ്യം ഇത് നിങ്ങളിൽ എത്തുന്ന സമയം വരെ കൃത്യമായ ഒരു ഫോർമുല ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് കൃത്യമായി എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്, ഒരുപക്ഷെ 8 ആയിരിക്കും, 9 ആയിരിക്കാം. അവിടെ കേരള കോൺഗ്രസിൻ്റെ കുറേ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുമോ UDFിന് വേണ്ടി? തീർച്ചയായും UDFിൻ്റെ പല തട്ടകങ്ങളിലുമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അത് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമുള്ള UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഈ മത്സരം. മറുപക്ഷത്ത് മാണി ഗ്രൂപ്പിന് 12 സീറ്റ്, 13 ഉണ്ട് എന്നവർ പറയുന്നു, 12 സീറ്റിൽ മത്സരിക്കുന്നു. 12 സീറ്റിൽ ഏതാനും സീറ്റിൽ വിജയസാധ്യതയുമുണ്ടല്ലോ. പാലായിൽ ജോസ് കെ മാണി നേരിട്ട് മത്സരിക്കുന്നു. അപ്പോൾ പാലാ സീറ്റിൽ ഉൾപ്പെടെ എത്ര സീറ്റിൽ ജയിച്ചു വരാനാവും നിശ്ചയമില്ല. കരുതുക 2-3 സീറ്റിൽ, അല്ലെങ്കിൽ 3-4 സീറ്റിൽ രണ്ട് കക്ഷികളും, രണ്ട് ഭാഗത്ത് നിൽക്കുന്ന കക്ഷികളും ഏതാനും സീറ്റിൽ ജയിച്ചു വരും. മൊത്തം മത്സരിക്കുന്നതിൻ്റെ മഹാഭൂരിപക്ഷം സീറ്റിലും ജയിച്ചു വരും എന്ന പ്രതീക്ഷയില്ല. കാരണം മുഖ്യ കക്ഷികൾക്കാണ് അപ്പോഴും കൂടുതൽ ക്രെഡിബിലിറ്റി. CPMനും കോൺഗ്രസിനും BJPക്കുമുള്ള അതത് മുന്നണികളിലുള്ള ക്രെഡിബിലിറ്റി ഒരിക്കലും കേരള കോൺഗ്രസിന് ഇല്ല. അവരുടെ ആത്യന്തിക കൂറിനെക്കുറിച്ച് സംശയമുണ്ട്. ജോസ് കെ മാണി ഏത് നിമിഷവും UDFിൽ വരാൻ സന്നദ്ധമായിരുന്നു എന്ന് പറയുന്നത് കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഒരു യാഥാർത്ഥ്യമായിരുന്നു, നടന്നില്ല, പല സമ്മർദ്ദങ്ങളാൽ നടന്നില്ല. നാളെ അത് സംഭവിച്ചുകൂടായികയില്ല. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ പറയുന്നതിന് ഒരു യുക്തി ഉണ്ടാവും. ഏതെങ്കിലും കാരണവശാൽ മാജിക് നമ്പറായ 71 സീറ്റ് ലഭിക്കുന്നില്ല UDFിനും LDFിനും എന്ന് കരുതുക. 68 എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ 69 നിൽക്കുന്നു, അല്ലെങ്കിൽ 70 നിൽക്കുന്നു. മറുപക്ഷത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസ് ഒരു സാധ്യതയാവില്ലേ? ഉറപ്പായി സാധ്യതയാവില്ലേ? അങ്ങോട്ടോ ഇങ്ങോട്ടോ, ജോസഫ് അങ്ങോട്ടോ മാണി ഇങ്ങോട്ടോ ചാഞ്ഞോ ചരിഞ്ഞോ നിന്നാൽ ഭരണമല്ലേ പ്രധാനം? അല്ലായെങ്കിൽ ഒരു ലയനം എന്തുകൊണ്ടായിക്കൂടാ? തിരഞ്ഞെടുപ്പിന് ശേഷം മാണിയും ജോസഫും തമ്മിൽ ലയിച്ച് ഒരൊറ്റ പാർട്ടിയായി ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ വിലപേശിയെടുക്കാവുന്ന അന്തരീക്ഷം ഉണ്ടാവില്ലേ? ഉണ്ടായാൽ അത് അത്ഭുതകരമെന്ന് പറയാനാവുമോ? കൃത്യമായ ഭൂരിപക്ഷം UDFിനോ LDFിനോ ലഭിച്ചാൽ ഈ പറയുന്ന ഒന്നും തന്നെ ബാധകമല്ല. നമുക്കറിയില്ലല്ലോ, നമ്മൾ രാഷ്ട്രീയ ജ്യോത്സ്യന്മാരല്ല. എന്നെ കേൾക്കുന്ന നിങ്ങളോ ഞാനോ ഒന്നും തന്നെ നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാനാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രീഎംപ്റ്റ് ചെയ്യുന്നതിനാണ് പൊളിറ്റിക്കൽ വിസ്ഡം എന്ന് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ, സീറ്റുകൾ അലോട്ട് ചെയ്യുമ്പോൾ, ഘടകകക്ഷികളുമായി സീറ്റുകൾ വീതം വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ആരും തുറന്നു പറയില്ല. UDFിൽ ആരും പറയില്ല, ജോസഫ് ഗ്രൂപ്പിൻ്റെ 5 സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ നാളെ അവർ LDFിൽ ചേർന്ന് കൂടായികയില്ല എന്ന് പറയില്ല. ഒരു ടൈറ്റ് സിറ്റുവേഷൻ വന്നാൽ തിരിച്ചും പറയാതിരിക്കില്ല. മാണി ഗ്രൂപ്പിൻ്റെ ഏതാനും സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നു, അവർ ഇപ്പുറത്തോട്ട് മാറില്ലെന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പും പറയുന്നില്ല. പക്ഷേ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്താൽ കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കുകയും വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്താൽ ഇതൊന്നും തന്നെ പ്രസക്തമല്ല. അവിടെയാണ് രാഷ്ട്രീയ സദാചാരം എന്നത് വളരെ പ്രസക്തമാണ്. കേരളത്തിൽ ചെറിയ കക്ഷികൾക്ക് പ്രസക്തി ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത്രയധികം ചെറിയ കക്ഷികൾ എപ്പോഴും അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വിലപേശി വാങ്ങുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് LDFിൽ 12 സീറ്റ് ലഭിക്കാനുള്ള അർഹത
ഞാൻ കാണുന്നില്ല. UDF 10 സീറ്റ് ലഭിക്കാനുള്ള അർഹത ജോസഫ് ഗ്രൂപ്പിൽ കാണുന്നില്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് 23 സീറ്റുകളാണ് കേരള കോൺഗ്രസുകൾ മത്സരിക്കുന്നത്. അതോടൊപ്പം ജേക്കബ് ഗ്രൂപ്പ് ഒരു സീറ്റ് മത്സരിക്കുന്നു. അതുപോലെ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നൊരു കോൺഗ്രസ്, അത് ആന്റണി രാജു, നമുക്കറിയില്ല കേസിലെ വിധി അനുസരിച്ചാണ് തിരുവനന്തപുരം സീറ്റിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ എല്ലാ കേരള കോൺഗ്രസുകളും കൂടെ ചേരുമ്പോൾ എത്ര സീറ്റുകളാണ് രണ്ട് പക്ഷത്തുമായി ലഭിക്കുന്നത്? അതിന് മാത്രമുള്ള വലിപ്പമുണ്ടോ? യഥാർത്ഥത്തിൽ ആഴത്തിൽ വേരോട്ടമുള്ള കേരളത്തിൽ 3 പാർട്ടികളല്ലേ ഉള്ളൂ. CPM, കോൺഗ്രസ്, BJP, 3 മുന്നണികളിലായി 3 മഹാമേരുക്കളായ പാർട്ടികൾ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ എന്താവും ഫലം? കേരളത്തിൽ എന്താവും? ചെറിയ പാർട്ടികൾക്ക് എന്താവും സീറ്റ്? കെട്ടിവെച്ചതൊക്കെ പോലും പല മണ്ഡലങ്ങളിലും ലഭിക്കാത്ത കക്ഷികളാണ്. ശക്തിയുള്ള കക്ഷികളാണ് മുസ്ലിം ലീഗ്. അത് മലപ്പുറം ജില്ലയിലെങ്കിലും ഒരു ശക്തിയാണ്. മലബാർ മേഖലയിൽ സാമാന്യ ശക്തിയോട് UDFൻ്റെ കോൺഗ്രസിൽ ഏറ്റവും വലിയ പിൻബലം മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടാണ്. CPIക്കും ചെറിയ സ്വാധീന മേഖലകളുണ്ട്, തൃശ്ശൂർ ജില്ല ആൻഡ് കൊല്ലം ജില്ല. മറ്റ് കക്ഷികൾക്ക് RSPക്കൊക്കെ തുച്ഛമായ മേഖലകൾ മാത്രമേ ഉള്ളൂ. ജനതാദളുകൾക്ക് പല രൂപത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ജനതാദൾ, NCP, കോൺഗ്രസ് മുതലായ പാർട്ടികൾക്കൊക്കെ നാമമാത്രമായ പിന്തുണയാണുള്ളത്. അവർക്ക് ലഭിക്കുന്ന സീറ്റുകൾ, അത് നൽകുന്ന ഒരു വിലപേശൽ ശക്തി, അതെല്ലാം തന്നെ തീർച്ചയായും പുനഃപരിശോധിക്കേണ്ട സമയമാണ്. മുഖ്യധാര കക്ഷികൾ ശ്രദ്ധിക്കേണ്ട സമയമായി എന്ന് ഈ തിരഞ്ഞെടുപ്പിൻ്റെ വീതം വയ്പ് കാണുമ്പോൾ തോന്നിപ്പോയത് ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ അസ്ഥിരത ഏറെക്കാലമായി ഒടിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ കേരളത്തിനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ അസ്ഥിരതയുടെ കേളീരംഗമായിരുന്നു കേരളം. പക്ഷേ കഴിഞ്ഞൊരു 40 വർഷമായി UDF LDF സംവിധാനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഭരണം മാറുന്നു. ഇപ്പോൾ മാത്രമാണ് തുടർ ഭരണം വന്നത്. സ്റ്റേബിൾ ഗവൺമെൻറ് വിത്ത് എ ക്ലിയർ മെജോറിറ്റി. വീണ്ടും ആ സംഭവം ഉണ്ടായില്ല എങ്കിൽ BJPക്ക് ഏതെങ്കിലും കാരണവശാൽ 5 സീറ്റ് ലഭിക്കുകയും UDF LDF സംവിധാനത്തിന് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും തൂക്കസഭ ഉണ്ടാവുകയും ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിപത്തല്ല അസ്ഥിരത മറ്റൊന്ന്. അങ്ങനെ ഒരുപാട് സാധ്യതകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച ദിവസമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിജ്ഞാപനം ഇതാ പുറത്തു വരുന്നു. ആ വിജ്ഞാപനം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ വോട്ടർമാരുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ആശങ്കകളാണ്. കേരളത്തിലെ മിക്ക സംവിധായകരും നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുൾപ്പെടെ ഇന്ന കാരണങ്ങളാൽ UDF, ഇന്ന കാരണങ്ങളാൽ LDFന്, ഇന്ന കാരണങ്ങളാൽ BJPക്ക് എന്ന് ചിന്തിക്കുന്നവരാണ് അനേകം. ക്യാമ്പ് ഫോളോവേഴ്സും ഉണ്ട്. പക്ഷേ അവരിൽ ആരെങ്കിലും ചെറിയ പാർട്ടിയുടെ പ്രഭാവം കണ്ട് ആകൃഷ്ടരായി ലോക്കലി ചില ചലനങ്ങൾ ഉണ്ടാകാം. പക്ഷേ പാൻ കേരള അടിസ്ഥാനത്തിൽ ചെറിയ പാർട്ടികൾക്ക് ചലനമുണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട്, എന്നാൽ വലിയ രാഷ്ട്രീയ സുനാമി തന്നെ, ഒരു ഹങ് സിറ്റുവേഷൻ വന്നാൽ വലിയ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കാൻ കൂടി ചെറിയ പാർട്ടികളുടെ എണ്ണം ഒരുപക്ഷെ കാരണമാകും എന്ന ആശങ്കയോടുകൂടി ഈ ആശയങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കട്ടെ. ചിന്തിച്ച് ഉറപ്പിച്ച് ബുദ്ധിപൂർവം വോട്ട് ചെയ്യൂ. ഞാനൊരു പക്ഷത്തും നിൽക്കുന്ന ആളല്ല, പക്ഷം പിടിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല. മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ ഈസ് ദി ഓൺലി കൺസിഡറേഷൻ. ഹിയർ ദ മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ ഇസ് ഇൻ BJP, കോൺഗ്രസ്, CPM. ഇതാണ് പ്രധാന കൺസിഡറേഷൻ. അതിനുപരിയായി വരുന്ന കക്ഷികൾ സാധ്യത നോക്കി വയറ്റിപ്പഴപ്പിന് വേണ്ടി, കൺവിക്ഷനല്ല മറിച്ച് കൺവീനിയൻസിന് വേണ്ടി നിൽക്കുന്ന കക്ഷികളാണ് എന്ന പൊതുബോധം ഞാനും പങ്കുവയ്ക്കുന്നു. അതൊരു നിലപാടാണ്. അതുകൊണ്ട് ചെറിയ കക്ഷികൾക്ക് വോട്ട് ചെയ്യണമെന്നോ ചെയ്യേണ്ട എന്നോ അല്ല. പക്ഷേ ആ ചെയ്യുന്ന വോട്ട് കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് പോൾ ചെയ്യപ്പെടും എന്ന നിശ്ചയമില്ല. എൻ്റെ അനാലിസിസിൽ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. കൃത്യമായ ഭൂരിപക്ഷത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വരട്ടെ. ജനഹിതം പൂർണ്ണമായി നിറവേറട്ടെ. സുതാര്യമായ ഒരു സംവിധാനം ഉണ്ടാകട്ടെ. കാര്യക്ഷമതമായ ഒരു ഗവൺമെൻറ് ഉണ്ടാകട്ടെ. ആശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.